മാനവകുലത്തിൻ്റെ രക്ഷയ്ക്കായി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിച്ചിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിലൊക്കെ ഒരാൾക്ക് രോമാഞ്ചം കയറിയതിനെപ്പറ്റി കാണുകയായിരുന്നു. ഒരു രോമാഞ്ചം കയറി, പടച്ച റബ്ബേ, രോമാഞ്ചം അങ്ങ് ഓന് കൂടി അവന് വളരെ സന്തോഷകരമായിരിക്കുകയാണ്. അതൊരു ഇസ്ലാമിക മതത്തിൽ നിൽക്കുന്ന ആളോടായതുകൊണ്ട് രോമാഞ്ചം അദ്ദേഹത്തിന് വളരെ കൂടുതലെന്ന് നമുക്കറിയാം. കാരണം രോമാഞ്ചം പുള്ളിക്ക് കയറിയത് സ്വന്തം വാപ്പയുടെ തല ഫുട്ബോൾ തട്ടണ പോലെ തട്ടിയ ആ കഥ കേട്ടപ്പോൾ ആ ജിഹാദിക്ക് അങ്ങ് രോമാഞ്ചം കൂടി. സ്വന്തം വാപ്പയുടെ തലയെ സ്വന്തം മകൻ തന്നെ എന്ത് ചെയ്തു, തട്ടി. അത് ഫുട്ബോൾ പോലെ തട്ടണ കണ്ടപ്പോഴത്തേനും ഈ 24 വർഷത്തിൽ ജീവിക്കുന്ന 2024 വർഷത്തിൽ ജീവിക്കുന്ന ജിഹാദിക്ക് രോമാഞ്ചം കയറിയെങ്കിൽ അപ്പോൾ വരും കാലങ്ങളിൽ എങ്ങനെയായിരിക്കും ഇനിയും മുമ്പോട്ടുള്ള രോമാഞ്ചം എന്താണെന്ന് നമുക്ക് അറിയാവുന്നേ ഉള്ളൂ, ഊഹിക്കാവുന്നേ ഉള്ളൂ. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, രോമാഞ്ചം കൂടിയ അവസ്ഥയെ എന്താ അല്ലേ? ഇസ്ലാമിനോടും മുഹമ്മദിനോടുമുള്ള സ്നേഹം കാണിക്കേണ്ടത് സ്വന്തം വാപ്പയുടെ തല വെട്ടി തല ഫുട്ബോൾ ആക്കണം, ഇതാണോ ഇസ്ലാം? മുഹമ്മദ് എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രവാചകനോടും നിങ്ങൾ വിശ്വസിക്കുന്ന ഇസ്ലാം മതത്തിനോടും സ്നേഹം കാണിക്കേണ്ടത് ഇസ്ലാമിലേക്ക് കടന്നു വന്ന സ്വന്തം മകൻ ആ വാപ്പയുടെ, ഇസ്ലാമിലേക്ക് കടന്നു വരാത്ത വാപ്പയുടെ തലവെട്ടി ഫുട്ബോൾ ആക്കണം, ഇതാണ് സ്നേഹം. ഇസ്ലാമും ഇസ്ലാമിൽ വിശ്വസിക്കുന്ന ആ ദൈവത്തോടുള്ള സ്നേഹം തീർക്കേണ്ടത് എങ്ങനെയാണ്? പക്ഷെ മറ്റുള്ളവരോട് ഇവർ വന്നിട്ട് പറയുന്നൊരു കാര്യമുണ്ട്. എന്ത്? മറ്റുള്ളവരോട് പറയും ഇസ്ലാം എന്നാൽ സ്നേഹമാണ്, കരുണയാണ് എന്ന് വേണ്ട, അള്ളാഹുവിനും മുഹമ്മദിനും ഖുറാനും ഹദീസിനും ഇസ്ലാമിക ഗ്രന്ഥങ്ങളിലും ഇല്ലാത്തത് മാത്രമേ എന്തു പറയത്തുള്ളൂ, മറ്റുള്ളവരോട് ഇവർ പറയാറുള്ളൂ. ഇസ്ലാം കരുണയാണ്, സ്നേഹമാണ്, ദയയാണ്, ഇങ്ങനെ പലതും പറയും. കാരണം തക്കിയ പറയാൻ ഇസ്ലാമിൽ അനുവാദമുണ്ടല്ലോ. പക്ഷേ ഇങ്ങനെ പറയുന്നത് വളരെ ഒരു ഭയങ്കര സന്തോഷം ഇവർക്ക് കിട്ടുന്നത് പോലെയാണ്. ഇസ്ലാം എന്ന് പറയുന്ന സ്നേഹമാണ്, കരുണയാണ്, ദയയാണ് എന്നൊക്കെ പറയും. ഈ പറയുന്നത് ഇവരുടെ ധാരണ ഏതാണ്ട് ഭയങ്കര രോമാഞ്ചമാണ്. കാരണം സ്വന്തം വാപ്പാടെ തല വെട്ടി ഫുട്ബോൾ പോലെ തട്ടണമെന്ന് പറഞ്ഞ് പുള്ളിക്ക് രോമാഞ്ചം ഉണ്ടായെങ്കിൽ ഈ പറയുന്ന ആളുടെ മുമ്പിലേക്ക് മറ്റൊരു മതത്തിലുള്ള ആൾ കടന്നു വന്നാൽ എന്തൊക്കെ ചെയ്തു കൂട്ടുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ഇസ്ലാമിലെ സ്നേഹിച്ചില്ലല്ലോ, ഇസ്ലാമിലേക്ക് അടുക്കുന്നില്ലല്ലോ, ഇസ്ലാമിൻ്റെതായിട്ടുള്ള പ്രവൃത്തികളിലേക്ക് ഇദ്ദേഹം വരുന്നില്ല. എന്ന് വെച്ചാൽ എതിർഭാഗത്തേക്ക് വരാത്തവർ ഈ പറയുന്ന ജിഹാദി ഇനി എന്തൊക്കെ ചെയ്തു കൂട്ടുമെന്ന് പറയാൻ പറ്റത്തില്ല. എന്തൊക്കെയാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത് ഒന്ന് കേട്ടു നോക്കാം. പടച്ച റബ്ബേ, രോമാഞ്ചിഫിക്കേഷൻ, അങ്ങനെ എഴുന്നേറ്റ് നിൽക്കണം, അമ്മാതിരി ചരിത്രം. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയില്ല, സ്വന്തം മോനെ വാപ്പാന്റെ തല മറ്റേ ഫുട്ബോൾ തട്ടണ മാതിരി തട്ടിയൊരു കഥ ഉണ്ട്. നിങ്ങൾക്ക് അറിയില്ല, അബൂ ഉബൈദത്തുൽ ജറാഹ് റളിയല്ലാഹു അൻഹു മൂപ്പര് ഇസ്ലാമിലേക്ക് വന്നപ്പോൾ വാപ്പാക്ക് പിടിച്ചില്ല. അപ്പൊ യുദ്ധത്തിന് മുമ്പ് മക്കാമുശ്രിക്കുകളെ വെട്ടാൻ പോണരുത്, വാപ്പ മുമ്പിൽ ഇങ്ങനെ വന്നിക്കും. സ്വാഭാവികമായിട്ട് വാപ്പല്ലേ, വാപ്പ തടസ്സപ്പെടുത്തുമ്പോൾ എല്ലാവരും എന്ന് പിന്മാറും. നമ്മളെ സ്നേഹിച്ച് വളർത്തിയ വാപ്പല്ലേ. അപ്പൊ ഇയാള് അബൂബൈദുൽ ജറാഹ് ഓരോരുത്തരും ഇങ്ങനെക്കെതിരെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ വാപ്പ വന്ന് ഇങ്ങനെ മുമ്പിലും തടസ്സപ്പെടുത്തി ഒറ്റ വെട്ടിരണ്ട് തല മറ്റേ ഫുട്ബോൾ ജബുലാനി കറങ്ങണ മാതിരി ഒറ്റ കറക്കം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹം, ഇസ്ലാമിനോടുള്ള അചഞ്ചലമായ വിശ്വാസം കൊണ്ട് വാപ്പയുടെ തലയറുത്ത മകനാണ് അബൂ ഉബൈദത്തുൽ ജറാഹ് റളിയല്ലാഹു അൻഹു. ഇദ്ദേഹം പറഞ്ഞത് കേട്ടല്ലോ, രോമാഞ്ചം അങ്ങോട്ട് കയറി അങ്ങ് വരികയാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയട്ടെ, ഈ രോമാഞ്ചം അനക്ക് വരുന്നതിന് മുമ്പേ വേറെ ഒരാൾ രോമാഞ്ചിപ്പിച്ചിരുന്നു. ഇത് ഈ 24 ഇതിനു മുമ്പ് വേറെ ഒരാൾ എന്ത് ചെയ്തു, ശരിക്കും അങ്ങ് രോമാഞ്ചിപ്പിച്ചിരുന്നു. എല്ലാവരും നല്ല രീതിയിലൊക്കെ ഒന്ന് രോമാഞ്ചിപ്പിച്ച് വെച്ചൊക്കെ ഇരുന്നു. അത് വേറെ ആരുമല്ല, സാക്ഷാൽ അബ്ദുൽ നാസർ മദീനിയാണ്. അബ്ദുൽ നാസർ മദീനി പക്ഷെ പറഞ്ഞപ്പോൾ ഇങ്ങനെ അല്ലായിരുന്നു പറഞ്ഞത്, കുറച്ചുകൂടി ഉണ്ടായിരുന്നു. അതൊന്ന് കേട്ടു നോക്കണേ, രോമാഞ്ചിഫിക്കേഷൻ ഒന്ന് കേട്ടു നോക്ക്.
അല്ലാഹുവിനോടും അവന്റെ പ്രവാചകനോടും ആരെങ്കിലും യുദ്ധപ്രഖ്യാപനം നടത്തിയാൽ, പ്രവാചകനെയും അല്ലാഹുവിനെയും ആരെങ്കിലും ആക്ഷേപിച്ചാൽ, ആരെങ്കിലും അധിക്ഷേപിച്ചാൽ, അങ്ങനെ അധിക്ഷേപിക്കുന്ന ജനവിഭാഗത്തോട് സന്ധിയാകാൻ ഒരിക്കലും വിശ്വാസികളെ കൊണ്ട് കഴിയില്ല. ആ അധിക്ഷേപിക്കുന്നത് ന്യൂമാൻ കോളേജിലെ നക്കാപ്പിച്ചാവാങ്ങി ജീവിക്കുന്ന ഏതെങ്കിലും ഒരു നാലംഗത്തെ മൂന്നാംഗിട എംബോക്കി പ്രൊഫസറായാലും, അതല്ല ഏതെങ്കിലും പത്തനംതിട്ടയിലെ ചുങ്കപ്പാറയിലെ കൊണ്ട് നടന്നിട്ട് പുസ്തകം വിട്ടിട്ട് അതിൽ നിന്ന് കിട്ടുന്ന നാണയത്തുട്ടുകൾ കൊണ്ട് കാശ് വാങ്ങി അരി വാങ്ങി കഴിച്ചിട്ട് കഞ്ഞി വെച്ച് കുടിക്കേണ്ട ഗതികേട് അനുഭവിക്കുന്ന ഏതെങ്കിലും ഒരു സാധാരണക്കാരനായ ലോഹധാരിയായ പാസ്റ്ററല്ല, ആരായാലും ശരി. എന്ന് മാത്രമല്ല, ആക്ഷേപിക്കുന്നത് അവരുടെ സ്വന്തം പിതാക്കന്മാരായാലും പാസ്റ്ററായാലും മാത്രമല്ല, ന്യൂമാൻ കോളേജിലെ പ്രൊഫസറായാൽ മാത്രമല്ല, പ്രവാചകനെ ആക്ഷേപിക്കുന്ന സ്വന്തം പിതാക്കന്മാരായാലും മക്കളായാലും കുടുംബക്കാരായാലും ബന്ധുക്കളായാലും അള്ളാഹുവിന്റെ പ്രവാചകനെയും അള്ളാഹുവിനെയും ആരെങ്കിലും ആക്ഷേപിച്ചാൽ അവരോട് സന്ധിയാകാൻ വിശ്വാസികൾക്ക് കഴിയില്ല. ഇത് പറഞ്ഞിട്ട് വിശുദ്ധ ഖുർആൻ പറയുന്നു, അങ്ങനെ സന്ധിയാകാതെ ഏത് ഘട്ടത്തിലാണിതെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അറിയണം. അബൂ ഉബൈദത്തുൽ ജറാഹ് റളിയല്ലാഹു തആല അൻഹുവിന്റെ തിരുമുമ്പില് അള്ളാഹുവിന്റെ പ്രവാചകന്റെ തൊട്ടു മുമ്പിൽ അബൂ ഉബൈദ ഇരിക്കുമ്പോൾ, അബൂ ഉബൈദയുടെ പിതാവ് വില്ലാളി വീരനായ വിജിഗീഷുവായ യുദ്ധവീരനായ യുദ്ധതന്ത്രത്തിലായ പിതാവ് വന്ന് വെല്ലുവിളിക്കുകയാണ് മഹാനായ പ്രവാചകനെ. ചരിത്രം പറഞ്ഞു വെക്കാൻ സമയമില്ല, ചുരുക്കുകയാ ഞാൻ. അങ്ങനെ മഹാനായ പ്രവാചകനെ വെല്ലുവിളിക്കുമ്പോൾ, അള്ളാഹുവിന്റെ പ്രവാചകനെ വെല്ലുവിളിച്ചിട്ട്, മുഹമ്മദേ നിന്റെ കൂടെ ആണത്തമുള്ളവരുണ്ടെങ്കിൽ ഇങ്ങോട്ട് ഇറങ്ങി വരട്ടെ, എന്റെ കൂടെ ഒന്ന് പോരാടാൻ വരട്ടെ എന്ന് വെല്ലുവിളിക്കുമ്പോൾ അബൂ ഉബൈദ പ്രവാചകനോട് ചോദിക്കുന്നു, ഞാൻ പോകട്ടെയോ നബിയെ? എന്റെ ഉപ്പാണ്, എന്റെ പിതാവാണ്, എന്റെ അപ്പാണ്, എന്റെ അച്ഛനാണ് ആ വെല്ലുവിളിക്കുന്നത്, ഞാൻ പോകട്ടെയോ നബിയെ? ഞാൻ പോയി നേരിടട്ടെയോ? പ്രവാചകൻ പറഞ്ഞു, വേണ്ട, അത് നിന്റെ പിതാവാണ്, നീ പോകണ്ട, അവിടെ ഇരിക്കുക. രണ്ടാമത് വീണ്ടും പിതാവ് വെല്ലുവിളിച്ചു. അപ്പോഴും മകൻ ചോദിച്ചു, പോകട്ടെയോ? ഇല്ല, നീ അവിടെ ഇരിക്കുക, പോകണ്ട, നിന്റെ പിതാവാണ്, അവൻ പറഞ്ഞിട്ട് പൊക്കോട്ടെ. പക്ഷേ മൂന്നാമത് പ്രവാചകന്റെ പേരും അവിടുത്തെ കുടുംബപ്പേരും ചേർത്തുകൊണ്ട് ആക്ഷേപിച്ചു. ആരും ആണത്തമുള്ളവരുടെ കൂട്ടത്തിലില്ലേ എന്നോട് നേരിടാനെന്ന് ചോദിച്ചപ്പോൾ പിന്നെ പ്രവാചകന്റെ അനുമതിക്ക് വേണ്ടി കാത്തു നിൽക്കാതെ അബൂ ഉബൈദത്തുൽ ജറാഹ് അതാ ചാടിയിറങ്ങുകയാണ് രണാങ്കണത്തിലേക്ക്, തന്റെ പ്രിയപ്പെട്ട പിതാവിന്റെ മുന്നിലേക്ക്. പിതാവിന്റെ മുന്നിലേക്ക് വാളെടുത്തുകൊണ്ടിറങ്ങി തന്നെ വാള് പിടിക്കാൻ പഠിപ്പിച്ച, തന്നെ പരിരക്ഷിക്കാൻ പഠിപ്പിച്ച, തന്നെ ചുവട് വെക്കാൻ പഠിപ്പിച്ച, യുദ്ധത്തിന്റെ ഓരോ ചലനങ്ങൾ തന്നെ പഠിപ്പിച്ച, പോരാട്ടത്തിന്റെ വീര്യം തനിക്ക് പകർന്നു തന്ന തന്റെ പ്രിയപ്പെട്ട പിതാവിനോട് അതാ അതിശക്തമായ പോരാട്ടത്തിൽ ഏർപ്പെടുകയാണ് മകൻ. നീണ്ടു നിൽക്കുന്ന പോരാട്ടം, മകനും പിതാവും തമ്മിൽ ചരിത്രത്തിൽ വളരെ വിരളമായി മാത്രം നടന്നിട്ടുള്ള പോരാട്ടം. ആ പോരാട്ടത്തിൽ വാളുകൾ കൂട്ടിമുട്ടുമ്പോൾ, വാളുകൾ തമ്മിൽ കൂട്ടിമുട്ടുന്ന കിൽച്ചിൽ ശബ്ദം പുറത്തേക്ക് വരുമ്പോൾ, തീപ്പൊരികൾ പറക്കുമ്പോൾ, സഹാബാക്കൾ അത്ഭുതത്തോടെ നോക്കി നിൽക്കുമ്പോൾ, അന്തരീക്ഷത്തിലൂടെ ഏതാനും മിനിറ്റുകൾ നീണ്ട പോരാട്ടത്തിന്റെ ഒടുവിൽ ഒരു തലാന്തരീക്ഷത്തിലൂടെ ഫുട്ബോൾ പോലെ പറക്കുകയാണ്. ഫുട്ബോൾ പോലെ പറന്നു പോകുന്ന തല ആരുടേതായിരുന്നു? അബൂ ഉബൈദയുടെ പിതാവിന്റെ തലയാണ്. അല്ലാഹുവിന്റെ പ്രവാചകനെ ആക്ഷേപിച്ച പിതാവിന്റെ തല പറന്നു പോയിട്ട്, വെട്ടിയ തല പറന്നു പോയിട്ടും അബൂ ഉബൈദ കൊണ്ട് മതിയാക്കിയില്ല. വാളുണ്ട് എന്ന് തടച്ചു. മദനി പിന്നെ രോമാഞ്ചം കൂട്ടിയേ പറയും. അതാണല്ലോ അടുത്ത ആളിന് രോമാഞ്ചം കയറിയത്. ജോസഫ് മാഷിന്റെ കൈവെട്ടിയതും ചുങ്കപ്പാറയിൽ ഒരു പാർഷാണെങ്കിലും ഇസ്ലാമിന്റെ സ്നേഹം കാണിക്കണം എന്നാണ് ഓനും പറയണത്. ആ ഇസ്ലാമിന്റെ സ്നേഹം കാണിക്കുന്നത്. ജോസഫ് മാഷിന്റെ കൈ കെട്ടിയ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ക്ലബ് ഹൗസിലൊക്കെ പറയുമ്പോൾ ചില മുസ്ലിങ്ങൾ വന്നിട്ട് പറയും, ജോസഫ് മാഷിന്റെ കൈ വെട്ടിയ ഇത് എന്താണേലും ഞങ്ങളാണ് രക്തം കൊടുത്തത്. എങ്ങനെയുണ്ട്? തല വെട്ടി മാറ്റിയിട്ടിട്ട് തല എന്ത് ചെയ്തു? തല വെട്ടി മാറ്റിയിട്ട ടീം 10 പേര് തല വെട്ടി മാറ്റിയിട്ടു. വേറെ ഒരു 10 പേര് വന്നിട്ട് ഈ തലയെടുത്ത് ആ ഉടലിനോട് അങ്ങ് ചേർത്ത് വെച്ചു, കഴുത്തിനോട് ചേർത്ത് വെച്ചിട്ട് പറഞ്ഞു, ആ തല വെട്ടിയത് വേറെ ആളാണേലും ആ തലയെടുത്ത് ഞങ്ങളാണല്ലോ ഉടലിനോട് ചേർത്ത് വെച്ചത്. ജീവൻ പോയില്ല ചങ്ങാതി. ഇത് പോയിട്ടും പിന്നെ നിങ്ങളിത് പറഞ്ഞിട്ട് എന്ത് കാര്യം? അപ്പോൾ ഇസ്ലാമിൻ്റെ സ്നേഹം ഇങ്ങനെയാണ് കാണിക്കേണ്ടത്. ഇതാണ് എന്ത് ഇവരെ ജിഹാദിലേക്ക് ആകർഷിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത്. ജിഹാദിലേക്ക് ആകർഷിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ ഓരോരുത്തരും ഇരുന്നുകൊണ്ട് ആ കയ്യിലെ രോമാഞ്ചം പൊങ്ങുന്നു. ഇത് കേൾക്കുമ്പോഴത്തേനും വാപ്പ സ്വന്തം മകൻ്റെ തല വെട്ടിയെന്ന് പറയുമ്പോൾ രോമാഞ്ചം കയറുന്നു. അപ്പോൾ അടുത്ത ഒരാൾ പറയുന്നത് എന്താ, ചുങ്കപ്പാറയിലെ പാർഷാണെങ്കിലും മാഷിൻ്റെ കൈ അതെല്ലാം ഇവർക്ക് രോമാഞ്ചമാണ്. ഇതൊരു പ്രത്യേകതരം മതത്തിൻ്റെ രോമാഞ്ചമാണ് കേട്ടോ. പ്രത്യേകതരം മതരോമാഞ്ചമാണ് ഇവരുടെ ഉള്ളിൽ കിടക്കുന്നത്.
അതൊരു പ്രത്യേക രോമാഞ്ചമാണ്. ഇത് മറ്റുള്ളവർക്കില്ലാത്ത രോമാഞ്ചമാണ്. ഈ രോമാഞ്ചം കൂടിയാണ് പല ആൾക്കാരും എന്ത് ചെയ്യുന്നത്, ജിഹാദ് എന്ന് പറയുന്ന സംഭവത്തിലേക്ക് ആകർഷിച്ച് പോകുന്നത്. അതിന് ഖുറാൻ്റെ ആയത്തുകളും ഹദീസുകളും അതുപോലെ ഇവരുടെ ഗ്രന്ഥങ്ങൾ, ഖുറാൻ്റെ ആയത്തിൻ്റെയും ഹദീസിൻ്റെയും അതേപോലെ തന്നെ മറ്റുള്ള ഇസ്ലാമിക ഗ്രന്ഥങ്ങളുടെയും ആ ഒരു സ്നേഹം, ഇസ്ലാമിനോടുള്ള സ്നേഹം, മുഹമ്മദിനോടുള്ള സ്നേഹം, ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ചുകൊണ്ട് ഇവർ പല ഗ്രന്ഥങ്ങളും എഴുതിയിട്ടുണ്ട്. ആ വിജയത്തിൻ്റെ വാതിൽ വാളിൻ്റെ തണൽ എന്ന് പറയുന്ന പുസ്തകമൊക്കെ ഒന്ന് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് കാണാം എന്ത് വളരെ സ്നേഹത്തോടെയാണ് മറ്റുള്ളവരോട് ഇടപെടേണ്ടതെന്നുള്ളത്. ഇപ്പോൾ ജിഹാദിൻ്റെ വിവിധ തലമായിട്ടുള്ള ഉദ്ദേശങ്ങളുണ്ട്. ജിഹാദിന് വിവിധ തരങ്ങളായിട്ടുള്ള ഉദ്ദേശങ്ങളുണ്ട്. ഇപ്പോൾ ജിഹാദ് എന്ന് പറഞ്ഞ ആ ഉദ്ദേശങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ 9 തരം ഉദ്ദേശങ്ങളുണ്ട്. 9 തരം ജിഹാദുകൾ, 9 തരം ഉദ്ദേശങ്ങൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ വേണം. അപ്പോൾ ഈ അള്ളാഹുവിന് വേണ്ടിയ എന്നുള്ള ആത്മാർത്ഥമായ ഉദ്ദേശം ജിഹാദിൽ ഒരു മുജാഹിദിന് നിർബന്ധമാണ്. കാരണം ഇതുകൂടാതെ അള്ളാഹു ഒരു കർമ്മവും സ്വീകരിക്കുന്നതല്ല. അതേസമയം വിവിധ ലക്ഷ്യങ്ങളോടെയും ഉദ്ദേശങ്ങളിലൂടെയും ഒരു മുജാഹിദ് ജിഹാദ് ചെയ്യുന്നു. ഓരോ ഉദ്ദേശത്തിന് പിന്നിലും അതിൻ്റേതായിട്ടുള്ള യുക്തികളും വിധികളുമുണ്ട്. അതിൽ 9 തരം ജിഹാദുകളുണ്ട്. അപ്പോൾ ഓരോ ജിഹാദിന് അതിൻ്റെതായിട്ടുള്ള യുക്തികളുണ്ട്, വിധികളുണ്ട്. അതിൽ 9 തരം ജിഹാദ് എന്ന് പറയുമ്പോൾ പലതും നമ്മുടെ ഇടയിൽ തന്നെ ഇപ്പോൾ ജിഹാദ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒന്നാമത്തെ ജിഹാദ് അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന ജിഹാദ്. കാരണം അള്ളാഹു വളരെയധികം ശ്രേഷ്ഠമാക്കിയ ഇബാദത്താണിത്. ഇവർ അള്ളാഹു പറഞ്ഞതുകൊണ്ടും നിർബന്ധമാക്കിയതുകൊണ്ടും ജിഹാദിനെ ഇഷ്ടപ്പെട്ടു അതിൽ മുഴുകുന്നു. അതിലൂടെ അവർ അള്ളാഹുവിനെ സേവിക്കുന്നത് വളരെ ഇഷ്ടപ്പെടുന്നു. അതിൻ്റെ പ്രതിഫലത്തെക്കുറിച്ചോ പരലോകത്തെ നേട്ടങ്ങളെക്കുറിച്ചോ അവർ കാര്യമാക്കുന്നില്ല. അള്ളാഹുവിൻ്റെ അംഗീകാരവും തൃപ്തിയും മാത്രമാണ് അവർ കാംക്ഷിക്കുന്നത്. ഇത്തരത്തിൽ ജിഹാദ് ചെയ്യുന്ന മുജാഹിദുകൾ വളരെ കുറവാണ്. ഈ ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്ന ജിഹാദ് വളരെ മഹത്വമേറിയതാണ്. ഒന്നാമത്തെ ജിഹാദ് നിങ്ങൾ കണ്ടല്ലോ. അള്ളാഹു വളരെയധികം ശ്രേഷ്ഠമാക്കി ഇബാദത്താണിത്. എന്ത്? അള്ളാഹുവിലും മുഹമ്മദിലും വിശ്വസിക്കാതിരിക്കുന്നവരോട് യുദ്ധം ചെയ്യുക എന്നുള്ളതെല്ലാം വളരെ ഇബാദത്താക്കിയ സംഭവമാണ്. അള്ളാഹു പറഞ്ഞതുകൊണ്ടും നിർബന്ധമാക്കിയതുകൊണ്ട് ജിഹാദിനെ ഇഷ്ടപ്പെട്ട് അതിൽ മുഴുകുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പം ഇത് വളരെ മഹത്തരമേറിയതാണ്. ഏത്? ഇത്തരം ജിഹാദ്, ഒന്നാമത്തെ ജിഹാദിൻ്റെ ആ ഉദ്ദേശം. ഇനി രണ്ടാമത്തെ ജിഹാദിൻ്റെ ഇഷ്ടം എന്താണെന്ന് നോക്കാം. 2, ഇസ്ലാമിനോടുള്ള ഇഷ്ടം മൂലമുള്ള ജിഹാദ്. ഒന്നാമത്തെ ജിഹാദ് അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടിയാണെങ്കിൽ രണ്ടാമത്തെ ജിഹാദ് ഇസ്ലാമിനോടുള്ള ഇഷ്ടം മൂലമുള്ള ജിഹാദാണ്. ആ ഇസ്ലാമിനോട് ഇഷ്ടം മൂലമുള്ള ജിഹാദ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്ലാമിനോടുള്ള ഇഷ്ടവും അള്ളാഹുവിൻ്റെ ഉന്നതിയിലെത്തിക്കാനും അവിശ്വാസികളുടേതായ വചനങ്ങൾ തരം താഴ്ത്താനുമുള്ള ഉദ്ദേശത്തോടെ ചിലർ ജിഹാദ് ചെയ്യുന്നു. ഇത് രണ്ടും വളരെ സ്വീകാര്യയോഗ്യമായ ഉദ്ദേശങ്ങളാണ്. അള്ളാഹുവിൻ്റെ അടുക്കൽ വിജയം പ്രാപിപ്പാൻ മതിയായതാണ് എന്നതിൽ സംശയമില്ല. ഇസ്ലാമിനോടുള്ള ഇഷ്ടം, ഈ ഇഷ്ടമാണെന്ത്? അവിശ്വാസികളുടേതായ വചനങ്ങൾ, അള്ളാഹുവിലും മുഹമ്മദിലും ഖുറാനിലും ഈമാൻ കാര്യത്തിൽ ഇസ്ലാം കാര്യത്തിലും ഒന്നും വിശ്വസിക്കാത്തതായിട്ടുള്ള അവിശ്വാസികളായുണ്ടല്ലോ, അവരുടെ വചനങ്ങൾ തരം താഴ്ത്താനുള്ള ഉദ്ദേശം. അതാണല്ലോ ക്ലബ് ഹൗസിലും മറ്റുള്ള സ്ഥലങ്ങളിലും ഇസ്ലാമിനെ പറ്റി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ വന്നിട്ട് പൂര തെറി വിളിക്കുന്ന ഈ കോഴി നിസുവിനെ പോലുള്ള ഇത്തരം ആൾക്കാരുണ്ട്. പകത്, നിസു എന്ന് വേണ്ട അങ്ങനെ കുറേ ആൾക്കാർ ഈ കൂട്ടത്തിലുണ്ട്. അവരുടേതായിട്ടുള്ള പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലബ് ഹൗസിലൊക്കെ ഈ ക്രിസ്ത്യാനിറ്റിയെ പറ്റി ഇവർക്ക് എന്ത് തെറിയും പറയാം. യേശു ക്രിസ്തുവിനെ പറ്റി, ബൈബിളിനെ പറ്റി, ബൈബിളിലുള്ള ആൾക്കാരെ പറ്റി എന്ത് തെറിയും പറയാം. പക്ഷേ ഞങ്ങൾ തിരിച്ച് ഖുറാനും ഹദീസും തഫ്സീറുകളും എടുത്ത് ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ അവർ ഹലാലാക്കി വച്ചിരിക്കുന്ന കാര്യങ്ങളെടുത്ത് ഞങ്ങൾ വായിക്കുകയും പറയുകയും ചെയ്യുമ്പോൾ ഇവർ വന്നിട്ട് ബൈബിൾ വാക്യങ്ങൾ എടുത്തിട്ട് ബൈബിളിൻ്റെ അകത്ത് പറയാത്തതും ഒരു മനുഷ്യൻ പോലും പറയാത്തുള്ള പച്ച തെറി പറഞ്ഞുകൊണ്ട് എന്തു ചെയ്യും? തരം താഴ്ത്താനുള്ള ഉദ്ദേശത്തോടെ ഇവർ ജിഹാദ് ചെയ്യുകയാണ്. ഇതിന് അബൂദാവൂദ് അന്നസായിലൊക്കെ പറയുന്നത്, അനസ് ഇബ്നു മാലിക് എന്നുള്ള നിവേദനം, റസൂൽ പറഞ്ഞു, ബഹുദൈവ വിശ്വാസികളോട് നിങ്ങളുടെ ധനം കൊണ്ടും ദേഹം കൊണ്ടും നാവ് കൊണ്ടും നിങ്ങൾ ജിഹാദ് ചെയ്യുക. അതിന് ഈ നാവ് കൊണ്ടുള്ള ജിഹാദ് എന്ന് ഉദ്ദേശിക്കുന്നത് സത്യനിഷേധികളെ മാനസികമായി തകർക്കുന്ന വാക്കുകൾ കേൾപ്പിക്കുകയും അവർ വെറുക്കുന്ന രീതിയിലുള്ള അവരോടുള്ള കർശന സംസാരവുമാണ്.
അതാണല്ലോ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, നാവ് കൊണ്ടുള്ള ജിഹാദ്. ഈ ക്ലബ് ഹൗസിലും മറ്റുള്ള സ്ഥലങ്ങളിൽ ഇവർ എഴുതുക പോലും ചെയ്യുന്നത് അവർക്ക് വായിൽ നിന്ന് വരുന്ന വാക്കുകളാണല്ലോ എഴുതി വെക്കുന്നത്. അതുപോലെ നിങ്ങൾ ഈ ഫേസ്ബുക്കിലും അല്ലെങ്കിൽ യൂട്യൂബിലും ഒക്കെ ഞങ്ങളുടെ വീഡിയോസുകൾ വരുമ്പോഴത്തേനും കാണാം. അവിടെ സത്യനിഷേധികളെ മാനസികമായി തകർക്കുന്ന വാക്കുകൾ കേൾപ്പിക്കുകയും, കാരണം അവർ വിശ്വസിക്കുന്ന വിശ്വാസ സംഹിതയിൽ പൂരത്തെറി പറയുമ്പോൾ ഏതൊരു മനുഷ്യനും മാനസികമായിട്ട് തകരും. അവർ വെറുക്കുന്ന രീതിയിലുള്ള അവരോടുള്ള കർശന സംസാരം. അപ്പോൾ നമ്മൾ വെറുക്കത്തക്ക രീതിയിൽ പലരും വന്നിട്ട് സംസാരിക്കുന്നത്. ചിലവർ ഞങ്ങളോട് പറയും, നിങ്ങൾ എന്തിനാണ് അവരുടെ പുസ്തകങ്ങൾ എടുത്തു വെച്ചിട്ട് അവരോട് ഇങ്ങനെ സംസാരിക്കും? പിന്നെ അവരുടെ പുസ്തകത്തിലുള്ള കാര്യമല്ല ഞങ്ങൾ വായിക്കുന്നത്, വേറെ ഒന്നുമല്ലല്ലോ. അത് കേൾക്കുമ്പോൾ അവർക്കത് വല്ലാത്തൊരു വിഷമത്തിലേക്ക് വരുന്നുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ കുഴപ്പമില്ല, നിങ്ങളുടെ പുസ്തകത്തിൻ്റെ കുഴപ്പമാണ്. അത് മനസ്സിലാക്കുക. 3, ജിഹാദിൻ്റെ മൂന്നാമത്തെ തലം സ്വർഗപ്രവേശനം എന്ന ഉദ്ദേശത്തോടു കൂടിയുള്ള ജിഹാദ്. സ്വർഗത്തിൽ പ്രവേശിക്കണം, 72 ഹൂറുകൾ ആയിട്ട് രമിക്കാനുള്ള ആ ഒരു ആവേശം, ആ ഉദ്ദേശത്തോടെയുള്ള ജിഹാദ്. ആ ജിഹാദിനെ ഇങ്ങനെയാണ് പറയുന്നത്: സ്വർഗത്തിൽ പ്രവേശിക്കുക, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്ന ഉദ്ദേശത്തോടുകൂടി മാത്രം ജിഹാദ് ചെയ്യുന്നു. അധികം പേരുടെ ഉദ്ദേശം ഇങ്ങനെയാണ്. അവർ ഇതുമൂലമുള്ള പരലോകത്തെ മഹത്തായ വിജയം പ്രതീക്ഷിക്കുന്നു. ചില ആളുകൾ പറയാറുണ്ട്, ഈ ഉദ്ദേശത്തോടുകൂടി ജിഹാദ് ചെയ്യുന്നവന് ഷഹീദിന്റെ സ്ഥാനം ലഭിക്കുകയില്ല എന്ന്. എന്നാൽ ശരിയായ അഭിപ്രായം, ഷഹീദിന്റെ നിലവാരത്തിലെത്താൻ ഈ ഉദ്ദേശം തന്നെ മതിയാവുന്നതാണ്. ഖുറാനിലും സുന്നത്തിലും പിന്നെ സഹാബാക്കളുടെ പാതയിലും ഇത് ബലപ്പെടുത്തുന്ന അനവധി തെളിവുകളുണ്ട്. മൂന്നാമത്തെ സ്വർഗപ്രവേശനം എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയുള്ള ജിഹാദ്. ഇവർക്ക് എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ജിഹാദ് ഇല്ലാതെ ഒരു കാര്യം. ഒരുത്തന് ഭക്ഷണം കൊടുക്കുന്ന പോലും ജിഹാദാണ്, ഒരുത്തന് 10 രൂപ കാശ് കൊടുക്കുന്ന പോലും ഇവരുടെ മതപ്രകാരം ജിഹാദാണ്. എന്നിട്ട് ഇവർ പറയും ഞങ്ങൾ കാരുണ്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയൊക്കെ ആൾക്കാരാണ്. അങ്ങനെ കുറേ എണ്ണം നടപ്പുണ്ട്. ഏറ്റവും വലിയ ഒരു തക്കിട പരിപാടിയാണ് ഇവരിൽ ഇരിക്കുന്നത്. അതിൻ്റെ തെളിവുകൾ: അല്ലാഹു സത്യവിശ്വാസികളിൽ നിന്ന് അവർക്ക് സ്വർഗമുണ്ടെന്ന വ്യവസ്ഥയിൽ അവരുടെ ദേഹവും ധനവും വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. തൗബ 111. അല്ലാഹു സത്യവിശ്വാസികളിൽ നിന്ന് അവർക്ക് സ്വർഗമുണ്ടെന്നുള്ള വ്യവസ്ഥയിൽ അവരുടെ ദേഹവും ധനവും വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ്. ആരുടെ? സത്യവിശ്വാസികളിൽ നിന്ന്. അതുപോലെ തന്നെ വിശ്വസിച്ചവരെ നോവേറിയ ശിക്ഷയിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കുന്ന ഒരു വ്യാപാരത്തെക്കുറിച്ച് ഞാൻ നിങ്ങളെ അറിയിക്കട്ടെ. നിങ്ങൾ അല്ലാഹുവിലും അവൻ്റെ ദൂതനിലും വിശ്വസിക്കലാണത്. നിങ്ങളുടെ സമ്പത്തും ശരീരവും ഉപയോഗിച്ച് അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യലും. അതാണ് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമം. നിങ്ങൾ അറിയുന്നവരെങ്കിൽ അല്ലാഹു നിങ്ങളുടെ പാപങ്ങൾ നിങ്ങൾക്ക് പുറത്തു വരും. താഴ്ഭാഗത്തിലൂടെ നദികൾ ഒഴുകുന്ന സ്വർഗീയ ആരാമങ്ങളിൽ നിങ്ങളെ പ്രവേശിപ്പിക്കും. സ്ഥിരജീവിതത്തിനായി ഒരുക്കിയ സ്വർഗീയ ആരാമങ്ങളിലെ വിശിഷ്ടമായ വാസസ്ഥലങ്ങളിൽ അവൻ നിങ്ങളെ പ്രവേശിപ്പിക്കും. ഇതത്രേ അതിമഹത്തായ വിജയം. സ്വർഗീയ ആരാമത്തിലേക്ക് എന്ത് ചെയ്യണം? അവർക്ക് പ്രവേശിക്കണം. 10,27,000 ഹൂറുകളുമായി അവർക്കവിടെ രമിക്കണം എന്നുള്ള മോഹങ്ങളോടുകൂടിയൊക്കെ തന്നെയാണ് എന്ത് ചെയ്യുന്നത്? ഇവർ ഈ ജിഹാദിന് കയറുന്നത്. അതിന് അതേപോലെ തന്നെ ഹദീസുകളുമുണ്ട്. അനസ് ഇബ്നു മാലിക് നിവേദനം: റസൂലും സ്വഹാബാക്കളും യുദ്ധത്തിന് പുറപ്പെടുകയും ബദറിലെത്തുകയും ചെയ്തു. ശത്രുക്കളും അവിടെ എത്തി മുസ്ലിങ്ങളെ ആക്രമിക്കാൻ മുന്നിട്ടു. അപ്പോൾ റസൂൽ ആജ്ഞാപിച്ചു, എഴുന്നേറ്റ് നിൽക്കൂ, ആകാശഭൂമിയോളം വീതിയേറിയ സ്വർഗത്തിലേക്ക്. ഇത് കേട്ട ഉമേർ ഇബ്നു അമ്ര ചോദിച്ചു, അല്ലയോ അല്ലാഹുവിൻ്റെ റസൂലെ, സ്വർഗം ആകാശഭൂമിയോളം വീതിയേറിയതാണോ? റസൂൽ പറഞ്ഞു, അതെ. ഉമേർ ബഖ് ബഖ് എന്ന് ഉരുവിട്ടു. റസൂൽ ചോദിച്ചു, നീ പറയുന്നത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, അല്ലയോ അല്ലാഹുവിൻ്റെ റസൂലെ, അല്ലാഹുവാണ് സത്യം, അതിലെ താമസക്കാരിൽ പെടാനുള്ള എൻ്റെ ആഗ്രഹമല്ലാതെ ഒന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. റസൂൽ പറഞ്ഞു, തീർച്ചയായും നീ അവരിൽ പെട്ടവൻ തന്നെ. ഉടനെ അദ്ദേഹം തൻ്റെ സഞ്ചിയിൽ നിന്ന് ഈന്തപ്പഴങ്ങൾ പുറത്തെടുത്തുകൊണ്ട് അത് തിന്നാൻ തുടങ്ങി. എന്നിട്ട് പറഞ്ഞു, ഞാനിത് തിന്നു തീരുവോളം ജീവിക്കുകയാണെങ്കിൽ തീർച്ചയായും അത് വളരെ നീളമേറിയ ജീവിതമാണ്. എന്നിട്ട് അദ്ദേഹം ഈന്തപ്പഴങ്ങൾ സഞ്ചിയോട് എറിയുകയും ശത്രുവർഷത്തേക്ക് കുതിക്കുകയും കൊല്ലപ്പെടുന്നത് വരെ പോരാടുകയും ചെയ്തു. അതിമഹത്തായ സ്വർഗപ്രവേശനമല്ലേ? അതിമഹത്തായ സ്വർഗപ്രവേശനമാണ്. കാരണം ഈന്തപ്പഴം കഴിച്ച് അവൻ്റെ വയറ് നിറഞ്ഞു. വയറ് നിറഞ്ഞതിന് ശേഷം ഉടനെ എന്ത് ചെയ്തു? ശത്രുപക്ഷത്തേക്ക് കുതിച്ചു. ആരാണ് ശത്രുപക്ഷം? അള്ളാഹുവിലും മുഹമ്മദിലും വിശ്വസിക്കാത്തത് തന്നെ. ആ ശത്രുപക്ഷത്തേക്ക് എന്ത് ചെയ്തു? പറക്കുകയാണ്.
എന്തിന്? മരിക്കാൻ വേണ്ടി, സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി. അതും ഒരു ജിഹാദാണ്. ഈ സ്വഹാബി സ്വർഗത്തിനു വേണ്ടി മാത്രമാണ് ഇൻകിമാസിൽ ഏർപ്പെട്ടത് എന്നാണ് ഈ ഹദീസ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അപ്പോൾ ഇവരുടെ എന്ത് കാര്യവും ജിഹാദാണ്. ഒരു അമുസ്ലിമിന്റെ തോളത്ത് കൈയിടുന്ന പോലും ജിഹാദാണ് സുഹൃത്തുക്കളെ. അത് ഇവര് നമ്മുടെ മുമ്പിലെല്ലാം മറച്ചു വെച്ചിരിക്കുകയാണ്. ഈ പുസ്തകം വളരെ പ്രാധാന്യമേറിയ ഒരു പുസ്തകമാണ്. ഒരു പുസ്തകത്തിൽ നിന്നുള്ള ഭാഗങ്ങളാണ് ഞാൻ ഈ വായിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൂടെ നിങ്ങൾ മനസ്സിലാക്കുക. ഇവർക്ക് വേണ്ടി ഇവരുടെ ആൾക്കാർ എഴുതിയ ഒരു പുസ്തകത്തിന്റെ ഭാഗമാണ് ഞാൻ ഈ വായിക്കുന്നത്. ഇനി ശദ്ദാദ് ഇബ്നു ഹാഗിൽ നിന്ന് നിവേദനം. ഒരു ഗ്രാമീണ അറബി റസൂലിന്റെ അടുക്കൽ ഹിജ്റ ചെയ്ത് വിശ്വസിക്കുകയും ബയ്യത്ത് ചെയ്യുകയും ചെയ്തു. അയാളെ റസൂൽ മറ്റു സഹാബിമാരോടൊപ്പം ചേർത്തു. ഖൈബർ യുദ്ധാനന്തരം റസൂൽ ഗനീമത്ത് സ്വത്ത് വീതിച്ച് അയാൾക്കുള്ള ഓഹരി അയച്ചു കൊടുത്തു. ആ ഗ്രാമീണൻ ചോദിച്ചു, എന്താണിത്? അവർ പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂൽ നിനക്ക് തന്നെ വിഹിതമാണ്. അയാൾ അതും കൊണ്ട് റസൂലിന്റെ അടുക്കൽ വന്നിട്ട് ചോദിച്ചു, എന്താണിത്? റസൂൽ പറഞ്ഞു, നിങ്ങൾക്കുള്ള ഗനീമത്ത് വിഹിതം. അയാൾ പറഞ്ഞു, ഞാൻ താങ്കളുടെ കൂടെ കൂടിയത് ഇതിനു വേണ്ടിയല്ല. എൻ്റെ കഴുത്തിന് നേരെ ചൂണ്ടിയിട്ട് പറഞ്ഞു, പക്ഷേ ഇവിടെ കുന്തം കൊള്ളാനാണ്, അതുവഴി കൊല്ലപ്പെട്ട് സ്വർഗത്തിൽ പ്രവേശിക്കാനും. റസൂൽ പറഞ്ഞു, നീ അള്ളാഹുവിൻ്റെ അടുക്കൽ സത്യം പാലിച്ചാൽ അള്ളാഹുവും ആ സത്യം പാലിക്കുന്നതാണ്. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് ഒരു യുദ്ധത്തിൽ നിന്ന് അദ്ദേഹത്തെ കൊണ്ടുവരപ്പെട്ടു. ചൂണ്ടിക്കാണിച്ച അതേ സ്ഥാനത്ത് കുന്തമേറ്റവനായിക്കൊണ്ട് റസൂൽ അവനെ ഓർത്തുകൊണ്ട് ചോദിച്ചു, അവനാണോ അത്? അവർ പറഞ്ഞു, അതെ. റസൂൽ പറഞ്ഞു, അവൻ സത്യം പാലിച്ചു, അള്ളാഹുവും സത്യം പാലിച്ചു. പിന്നെ റസൂൽ സ്വന്തം വസ്ത്രം കൊണ്ട് അദ്ദേഹത്തെ കഫമണിയിച്ചു. അദ്ദേഹത്തിന്റെ മേൽ ജനാസ നമസ്കരിച്ചു. എന്നിട്ട് പ്രാർത്ഥിച്ചു, അള്ളാഹുവേ, നിന്റെ ഈ അടിമ നിന്റെ മാർഗത്തിൽ മുഹാജിറായി പുറപ്പെട്ട് നിനക്ക് വേണ്ടി യുദ്ധം ചെയ്ത് ഷഹീദായി. ഞാനിത് സാക്ഷി നിൽക്കുന്നു. ഇപ്പൊ സ്വർഗം മാത്രം ലക്ഷ്യമാക്കി യുദ്ധം ചെയ്ത അയാൾക്ക് റസൂൽ എന്ത് ചെയ്തു? ഷഹാദത്തിന്റെ സാക്ഷ്യം നിന്നത് ഈ ഉദ്ദേശത്തെ സാധൂകരിക്കുകയാണ്. അല്ലായിരുന്നെങ്കിൽ റസൂൽ അയാളെ തിരുത്തുമായിരുന്നു. കാരണം എൻ്റെ ഇവിടെ തന്നെയാണ് വാള് കയറേണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ അങ്ങനെ തന്നെ വാള് കയറാൻ വേണ്ടി എന്ത് ചെയ്തു? പുള്ളി ചിലപ്പോൾ പോയി നിന്നു കൊടുത്ത് കാണും കേട്ടോ, സ്വർഗം ലഭിക്കുമല്ലോ. ആ പറഞ്ഞ കാര്യം ഉറപ്പിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? കറക്റ്റായിട്ട് അവിടെ ചെന്ന് ചിലപ്പോൾ നിന്ന് കാണും. നിന്നിട്ട് അദ്ദേഹം ഇത് കറക്റ്റായിട്ട് സംസാരിച്ചു, അങ്ങനെ തന്നെ ചെയ്യണമെന്ന് ചിലപ്പോൾ മറ്റവനോട് പറഞ്ഞില്ലയോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ചിലപ്പോൾ പറഞ്ഞു കാണാം, ഇങ്ങനെ തന്നെ കുത്തിക്കയറ്റിക്കും, ഞാൻ നേരത്തെ സത്യം ചെയ്തതാണ്, വേണം കയറ്റിക്കോളാൻ പറഞ്ഞു കാണും. ഇവർക്ക് എന്തും ചെയ്ത് എങ്ങനെങ്കിലും ആ 10,27,000 ഹൂറികളുടെ അടുത്തേക്ക് ചെല്ലണമല്ലോ. അപ്പം ഇത് മുഹമ്മദ് തിരുത്തത്തുമില്ല. എന്താണ് തിരുത്താതിരിക്കുന്നതിന്റെ കാരണം? പറഞ്ഞ കാര്യം അങ്ങനെ തന്നെ ചെയ്ത് ഒരാൾ വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് ആവേശമാകും. എന്ത്? ഇതേപോലെ തന്നെ ഷഹീദാകാൻ, രക്തസാക്ഷിയാകാൻ. ഇനി ജിഹാദിന്റെ 4ാമത്തെ തലം സ്വയം പ്രതിരോധത്തിന് വേണ്ടിയുള്ള ജിഹാദ്. സ്വയം പ്രതിരോധം അത് ചെയ്യണമെന്നാണ് ഇവർ പണ്ട് പോലെ പറയുന്നത്. അതാണല്ലോ നാവ് കൊണ്ടും ധനം കൊണ്ടും ദേഹം കൊണ്ടും ഒക്കെ ജിഹാദ്. അതെല്ലാം സ്വയമായിട്ടുള്ള ഒരു പ്രതിരോധമാണ്. അപ്പം 4ാമത്തെ ഈ ജിഹാദിനെ പറ്റി പറയുന്നത്, ചില ആൾക്കാർ യുദ്ധത്തിലോ മറ്റു പോരാട്ടങ്ങളിലോ സ്വയരക്ഷയെ ഓർത്ത് മാത്രം പുറംതിരിയൽ ജിഹാദിൽ ഏർപ്പെടുന്നു. ഇത് മേൽപ്പറഞ്ഞ ഉദ്ദേശത്തിന് അടുത്തു നിൽക്കുന്നു, പക്ഷേ മേന്മ കുറവാണ്. അവർ പേടിച്ചിട്ട് തിരഞ്ഞോടുന്ന അവസ്ഥയിലാണ് കൊല്ലപ്പെടുന്നതെങ്കിൽ ഷഹീദാവുകയില്ല, മാത്രമല്ല അത് ഹറാമുമാണ്. ചില ആൾക്കാർ യുദ്ധത്തിലോ മറ്റു പോരാട്ടങ്ങളിലൊക്കെ സ്വയരക്ഷ ഓർത്തേ പുറംതിരിയാതെ ജിഹാദത്തിൽ ഏർപ്പെടുകയാണ്. പുറംതിരിയാതെ എന്തുകൊണ്ടാ? എനിക്ക് അവിടെ ചെല്ലുമ്പോൾ എൻ്റെ കൂറുകൾ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്, അങ്ങ് ചെല്ലണ്ടേ, എനിക്ക് അങ്ങോട്ട് തകർത്ത് അറമാദിക്കാൻ വേണ്ടി ചെല്ലണം. ഒരു ഹൂറിയുമായിട്ട് 1 കൊല്ലത്തോളം എനിക്ക് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടണം. ഭൂമിയിലുള്ളതിനേക്കാൾ വളരെ മനോഹരമായിട്ടുള്ള ഹൂറികളെ അള്ളാഹുവോട് വെച്ചിരിക്കുകയാണ്. സ്ത്രീകളെ അള്ളാഹുവോട് വെച്ചിരിക്കണം, അവരുമായിട്ട് രമിക്കാൻ വേണ്ടി, എനിക്ക് അങ്ങ് പറന്ന് ചെല്ലാൻ വേണ്ടി. അപ്പൊ ഇതിൽ നിന്ന് അവൻ ഏതെങ്കിലും രീതിയിൽ ഉദ്ദേശത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടിയാൽ പിന്നെ അദ്ദേഹം എങ്ങനെ മരിച്ചാലും രക്തസാക്ഷിയല്ല, അത് ഹറാമുമാണ്. അത് ഹദീസ് ഇങ്ങനെയാണ് പറയുന്നത്. അബൂലസർ നിന്ന് നിവേദനം, റസൂൽ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, അള്ളാഹുവെ, നിന്റെ മാർഗത്തിലെ യുദ്ധത്തിൽ പുറംതിരിയുന്നവനെ തൊട്ട് ഞാൻ നിന്നോട് ശരണം തേടുന്നു. പുറംതിരിയരുത്. പുറംതിരിയാതെ എന്ത് ചെയ്യണം? അത് തകർത്തങ്ങ് ചെല്ലണം. ഇതിനെപ്പറ്റി ഇമാം നവവി പറയുന്ന ഷഹീദ് 3 വിധമാണ്. 1, ഇഹലോകത്തും പരലോകത്തും ഷഹീദ്, അവൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നേരായും കൊല്ലപ്പെട്ടവരാണ്. 2, പരലോകത്ത് മാത്രം ഷഹീദ്, അവർക്ക് ഇഹലോകത്തെ ഷഹീദിന്റെ വിധികൾ ബാധകമല്ല.
പ്ലേഗ് ബാധിച്ചോ മുങ്ങിയോ മരണപ്പെട്ട ആൾക്കാരെ പോലെയുള്ളവർ. പ്ലേഗിന് മരുന്ന് കണ്ടുപിടിച്ചത് എന്തൊക്കെയാളും ഇവർ അറിഞ്ഞോ ഇല്ലയോ നമുക്കറിയില്ല. എന്തൊക്കെയാളും പ്ലേഗിന് മരുന്ന് കണ്ടുപിടിച്ചു എന്നുള്ളതാണ്. കാരണം പ്ലേഗ് പിടിച്ചു മരിച്ചാൽ അവൻ രക്തസാക്ഷിയാണെന്ന് ഒരു ഹദീസിൽ തന്നെ കിടപ്പുണ്ട്. ഇനി മൂന്നാമത്തേത്, ഇഹലോകത്ത് മാത്രം ഷഹീദ്. ഉദാഹരണത്തിന് യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞിട്ടോ യുദ്ധം മുതൽ മോഷ്ടിച്ചിട്ടോ കൊല്ലപ്പെട്ടയാൾ. അങ്ങനെ 3 തരം ജിഹാദുകൾ ഉണ്ടെന്നാണ് ഇമാം നവവി പറയുന്നത്. അതിനാൽ യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പിന്തിരിയരുത് എന്ന് മാത്രം ഉദ്ദേശത്തോടെ ജിഹാദ് ചെയ്യുന്നതും ജിഹാദിന്റെ ഉദ്ദേശങ്ങളിൽ പെടുന്നതാണ്. അപ്പോൾ യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഈ 3 രീതിയിൽ നീ എന്ത് ചെയ്യണം? പോയിക്കൊണ്ടിരിക്കണം. അത് പോകുന്തോറും എന്ത് ചെയ്യണം? ഉദ്ദേശം ഒന്നായിരിക്കണം. എന്ത്? എനിക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കണം. ഞാൻ ചെയ്യുന്ന ജിഹാദ് സ്വന്തം ഇതിൽ എൻ്റെ സ്വന്തം ഉത്തരവാദിത്തത്തിൽ ഞാൻ ചെയ്യുകയാണ്. അത് വ്യക്തിപരമായിട്ടാണെങ്കിലും കുടുംബപരമായിട്ടാണെങ്കിലും ചെയ്യാം. അതിപ്പോൾ ഓരോരുത്തരും കുടുംബപരമായിട്ടൊക്കെ ഇപ്പോൾ ഓരോ സ്ഥലത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. കോട്ടയത്തൊക്കെ കഴിഞ്ഞ ദിവസം ന്യൂസിലൊക്കെ കാണുവാൻ സാധിച്ചു. ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 4ാമത്തെ ജിഹാദിൻ്റെ ആവശ്യം എന്താണ്? ആ ഒരു വ്യക്തിപരമായിട്ടുള്ളതാണ്. 5ാമത്തെ ജിഹാദിൻ്റെ തലമെന്ന് പറയുന്നത് അംഗബലം കൂട്ടുക എന്ന ഉദ്ദേശത്തോടെ പുറപ്പെടുന്ന ജിഹാദ്. അംഗബലം കൂട്ടുക എന്ന ഉദ്ദേശത്തോടെ പുറപ്പെടുന്ന ജിഹാദ്, അത് സൈന്യത്തിൽ അണിചേർത്ത് എണ്ണം വർദ്ധിപ്പിക്കുന്ന ഉദ്ദേശത്തോടുകൂടി ജിഹാദിൽ ഏർപ്പെടുന്നതും അള്ളാഹുവിൻ്റെ മാർഗത്തിലെ ശരിയായ ഉദ്ദേശങ്ങളൊന്നാണ്. അവന് അവിശ്വാസിയെ കൊല്ലാനോ കൊല്ലപ്പെട്ട് ഷഹീദാവാനോ ആഗ്രഹം ഇല്ലാതിരുന്നാലും, കാരണം ആരൊരു ജനതയുടെ കൂടെ കൂടുന്നുവോ അവൻ പുറംതിരിയാത്തിടത്തോളം അവരിൽ പെട്ടവൻ തന്നെ. ഇപ്പൊ സൈന്യത്തിൽ അണിചേർന്ന് എന്ത് ചെയ്യണം? എണ്ണം വർദ്ധിപ്പിക്കണം. അതാണല്ലോ ചില സ്ഥലത്ത് ചെറിയൊരു പ്രശ്നം ഉണ്ടായാലും വലിയൊരു കൂട്ടമായിട്ട് ഇവർ വരുന്നത് എല്ലാ സ്ഥലത്തു നിന്നും. തിരുവല്ലയിൽ ഒരു വിഷയം ഉണ്ടായപ്പോഴത്തേനും കരുനാഗപ്പള്ളിയിൽ നിന്നും അവിടുന്ന് ഇവിടുന്ന് എല്ലാ ആൾക്കാർ കൂടി. ഈരാറ്റുപേട്ടയിലേക്ക് ആൾക്കാർ വർദ്ധിച്ചു വന്ന് എല്ലാ സ്ഥലത്തും. കാരണം ഈ എണ്ണം ചേർന്ന് കഴിയുമ്പോൾ ബാക്കിയുള്ള ന്യൂനപക്ഷമായി നിൽക്കുന്നവരെന്ത് ചെയ്യും? ഭയപ്പെടും. ഇത്ര ആൾക്കാർ അവരുടെ ഇടയിൽ എന്ത് ചെയ്യും? ഭയപ്പെടും. അതൊരു ജിഹാദിൻ്റെ ഒരു പ്രവർത്തനമാണ്. ഇതെന്നെ കേൾക്കുന്നവർ മനസ്സിലാക്കിയാൽ നിങ്ങളുടെയൊക്കെ പരിസരത്ത് ഇതൊക്കെ തന്നെ നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ എഴുതിയിടാവുന്നതാണ് നിങ്ങൾക്കുണ്ടായ അനുഭവങ്ങൾ. ഇനി ജിഹാദിൻ്റെ 6ാമത്തെ തലം, ഒരേ സമയം അള്ളാഹുവിൻ്റെ മാർഗത്തിന് വേണ്ടിയും ഗനീമത്തിന് വേണ്ടിയും ഉദ്ദേശിച്ചുള്ള ജിഹാദ്. ഇപ്പോൾ ഒരേ സമയം എന്ത് ചെയ്യണം? അള്ളാഹുവിൻ്റെ മാർഗം, ഗനീമത്തിന് വേണ്ടിയുള്ള ജിഹാദ് വളരെ ശക്തമായിട്ടുള്ളതാണ്. ഇങ്ങനെയുള്ള ഉദ്ദേശത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. പിന്നൊരു കാര്യം, ഈ പണ്ഡിതന്മാരെല്ലാവരും ഒരുമിച്ച് നിൽക്കത്തില്ല. പണ്ഡിതന്മാർ പല അഭിപ്രായം ഉണ്ടെന്ന് ഇവർ എഴുതിവിടും. പക്ഷെ എല്ലാവരുടെയും ഉള്ളിൽ അള്ളാഹുവും മുഹമ്മദും അവരുടെ മതവും ഒന്ന് തന്നെയാണ്. ഇങ്ങനെയുള്ള ഉദ്ദേശത്തിൽ പണ്ഡിതന്മാരുടെ പല അഭിപ്രായമുണ്ട്. പക്ഷേ ഒരു പറ്റം പണ്ഡിതന്മാർ ഈ ഉദ്ദേശത്തിൽ കുഴപ്പം കാണുന്നു. ഭൗതികമായ നേട്ടത്തിനുള്ള ഉദ്ദേശം കലർന്നതായതുകൊണ്ട് അത് ജിഹാദിനെ അസാധുവാക്കുമെന്ന് അഭിപ്രായപ്പെടുന്നവരുമുണ്ട്. എന്നാൽ ഭൂരിപക്ഷ പണ്ഡിതന്മാരും ഈ ഉദ്ദേശം ശരിയാണെന്നും ഇതുവഴി മുജാഹിദുകൾ പ്രതിഫലത്തിന് അർഹരാണെന്നും പറയുന്നു. ഇത് തന്നെയാണ് ശരിയായ അഭിപ്രായം. കാരണം സ്വഹാബാക്കളുടെ കർമ്മങ്ങൾ ഇതിന് യോജിക്കുന്നുണ്ട്. ഇമാം ഖുർത്തുബി പറയുന്നു, റസൂൽ ഷാമിൽ നിന്ന് വരുന്ന അബൂ സുഫിയാന്റെ കച്ചവട സംഘത്തെ ആക്രമിക്കാൻ പുറപ്പെട്ടത് ഗനീമത്തിന്റെ ഉദ്ദേശത്തോടു കൂടിയുള്ള ജിഹാദിന് തെളിവാണ്. കാരണം അത് ഹലാലായ ഒരു വരുമാന മാർഗമാണ്. അങ്ങനെയുണ്ട്. കച്ചവട സംഘത്തെ, അബൂ സുഫിയാന്റെ കച്ചവട സംഘത്തെ ആക്രമിക്കാൻ പുറപ്പെടുന്നത് ഹലാലായ ഒരു വരുമാന മാർഗമാണ്. ആക്രമിച്ച് നേടുന്നത് ഹലാലായ വരുമാന മാർഗം, നല്ല മാർഗമാണ്. എന്നാൽ ഇമാം മാലിക് ഇതിനെ ഖണ്ഡിക്കുകയാണ്, ഈ അഭിപ്രായത്തെ ഖണ്ഡിക്കുകയാണ്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഇത് ഭൗതികതയ്ക്ക് വേണ്ടിയുള്ള യുദ്ധമായത് കാരണം ആര് അള്ളാഹുവിന്റെ വചനം ഉന്നതിയിലെത്തിക്കുവാൻ യുദ്ധം ചെയ്യുന്നുവോ അതാണ് അള്ളാഹുവിന്റെ മാർഗത്തിലുള്ളത് എന്ന ഹദീസുമായി യോജിക്കുന്നില്ല. പക്ഷേ ഇവിടെ ഉദ്ദേശം രണ്ടും കൂടി ആയതുകൊണ്ട് അതിന് സാധ്യതയുണ്ട്. ഒരാൾ പറയുന്നത് ഹലാലായ മാർഗമാണ് എന്ത്? കച്ചവട സംഘത്തെ ആക്രമിച്ച് നേടുന്നത്. ഇനി അടുത്ത ഒരാൾ പറയുന്നത്, ഇമാം മാലിക് പറയുന്നത്, ഇത് അള്ളാഹുവിന്റെ വചനം ഉന്നതിയിലെത്തിക്കാൻ യുദ്ധം ചെയ്യുന്നു, അതാണ് അള്ളാഹുവിന്റെ മാർഗം. എല്ലാം സെയിം ആണെന്നേ, വലിയ വ്യത്യാസമൊന്നുമില്ല. എല്ലാം ഹറാമല്ല, എല്ലാം ഹലാലാണ്. നിങ്ങൾക്കിത് ചെയ്യാം. ഇമാം ഖുർത്തുബിയുടെ വിശദീകരണം ഇതിന് മതിയാവുന്നതാണ്. ഇമാം ഖുർത്തുബിയുടെ വിശദീകരണം ഇതിന് നല്ലതാണ്. അതുകൂടാതെ അള്ളാഹു പറയുകയാണ്, നിങ്ങൾ പിടിച്ചെടുക്കാവുന്ന ധാരാളം ഗനീമത്ത്
സ്വത്തുക്കൾ അള്ളാഹു നിങ്ങൾക്ക് വാഗ്ദാനം നൽകിയിരിക്കുന്നു. നിങ്ങൾ പിടിച്ചെടുക്കാവുന്ന ധാരാളം ഗനീമത്ത് സ്വത്ത് അള്ളാഹു നിങ്ങൾക്ക് നിങ്ങൾ ആവശ്യത്തിന് പോയി പിടിച്ചെടുത്തോളൂ. എല്ലാവർക്കും കൊടുത്തിട്ടുണ്ടെന്നാണ് പുള്ളി പറയുന്നത്. അള്ളാഹുവിൻ്റെ വാഗ്ദാനം ഒരാൾ എങ്ങനെ ആഗ്രഹിക്കാതിരിക്കും എന്നത് മനസ്സിലാക്കാൻ കഴിയാത്തതായിട്ടുള്ള ഒരു കാര്യമാണ്. അത് ഉദ്ദേശിക്കുന്നത് എങ്ങനെ? അള്ളാഹു അടിമയ്ക്ക് നിഷേധിക്കും. അടിമകൾക്കൊന്നും സ്വത്തില്ല. ഇതിൻ്റെ ബലത്തിൽ റസൂൽ അനേകം പോരാളി സംഘങ്ങളെ, അവിശ്വാസികളുടെ കച്ചവട സംഘത്തെ ആക്രമിച്ച് കൊള്ളയടിക്കുന്നതിന് അയച്ചത് ഈ ഉദ്ദേശം തന്നെയാണ് ശരിയായെന്ന് കണക്കാക്കുന്നത്. അനേക അവിശ്വാസികളുടെ കച്ചവട സംഘത്തെ, അബൂ സുഫിയാൻ പോലുള്ള അവിശ്വാസികളുടെ കച്ചവട സംഘത്തെ ആക്രമിച്ച് അവരുടെ സ്വത്തുക്കൾ മുഴുവനും കൊള്ളയടിച്ചെടുക്കുന്നത് ഹലാലാണ്, ഹറാമല്ല, ഹലാലായിട്ടുള്ള ഒരു പരിപാടിയാണ്. ധർമ്മശേഖരം, ദാനം ആപത്തിനെ തടവെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുമല്ലോ, അതും ഹലാലായിട്ടുള്ള ഇടപാടാണ്. അവർക്ക് ഹറാമായിട്ടുള്ളത് മറ്റുള്ളവരെ എങ്ങനെങ്കിലും ഇത് ചെയ്യുന്നത്, മറ്റുള്ളവരെന്തെങ്കിലും കാണിച്ചു കൂട്ടുന്ന എല്ലാം ഹറാമാണ്. ഇവരുടെ കൂട്ടത്തിൽ എല്ലാം ഹലാലാണ്. അല്ലയോ കുട്ടി, നീ തലയെ തുണിയിടാത്തത്, അയ്യോ നീ ക്രിസ്ത്യാനികളെ പോലെയാണല്ലോ, നീ യഹൂദനെ പോലെയാണല്ലോ, നീ മറ്റുള്ള ഹിന്ദുക്കളെ പോലെയാണല്ലോ, ഗുരുവായൂരപ്പ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചാൽ പോലും രക്ഷ കിട്ടത്തില്ല എന്ന് പരസ്യമായിട്ട് എന്ന് പറഞ്ഞത് മൊത്തം മതവർഗീയതയും മതത്തിൻ്റെതായിട്ടുള്ള യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല. അത് മൊത്തം കറക്റ്റാണ്. എന്നാൽ ഒരു ക്രിസ്ത്യാനിയോ ഒരു ഹിന്ദുവോ ഇസ്ലാമിനെ പറ്റി എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ, ഏതൊരു രാഷ്ട്രീയക്കാരൻ പറഞ്ഞാലും പറയും അവൻ വർഗീയവാദിയാണ്. അതൊരു പ്രത്യേകതരം ജിഹാദാണ് ഇവരുടെ. ഇനി ഹദീസ് എന്താ പറയുന്നത് അറിയാം? അബ്ദുള്ള ഇബ്നു ഹവാലയിൽ നിന്ന് നിവേദനം: റസൂൽ ഞങ്ങളെ കാൽനടയായി ഗനീമത്തിന് വേണ്ടി നിയോഗിച്ചു. പക്ഷേ ഞങ്ങൾ ഒന്നും കിട്ടാതെ തിരിച്ചു വന്നു. ഞങ്ങളുടെ ത്യാഗവും തളർച്ചയും ഞങ്ങളുടെ മുഖത്ത് കണ്ട റസൂൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചു, അല്ലാഹുവേ, ഇവരെ നീ എന്നെ ഏൽപ്പിക്കരുത്, ഞാൻ അതിന് അശക്തനാണ്. ഇവരുടെ കാര്യങ്ങൾ നീ ഇവരെ തന്നെ ഏൽപ്പിക്കരുത്, അവർക്കതിനുള്ള കഴിവില്ല. ഇവരുടെ കാര്യങ്ങൾ, സ്വന്തം കാര്യങ്ങൾ മാത്രം നോക്കുന്ന ആൾക്കാരെയും ഏൽപ്പിക്കരുത്. ശേഷം റസൂൽ കൈ എൻ്റെ തലയിൽ വെച്ചുകൊണ്ട് പറഞ്ഞു, ഓ ഇബ്നു ഹവാല, ഖിലാഫത്ത് പുണ്യഭൂമിയിൽ സ്ഥാപിതമായി. നീ കണ്ടാൽ ഭൂമി കുലുക്കങ്ങളും ദുരന്തങ്ങളും ഗൗരവമേറിയ കാര്യങ്ങളും അടുത്തു വരുന്നത് നിനക്ക് കാണാം. ആ അന്ത്യദിവസം, അന്ത്യദിനം ജനങ്ങളോട് എൻ്റെ ഈ കൈ നിന്റെ ഈ തലയുമായി അടുത്തതിനേക്കാൾ അടുത്താകും. ഇവിടെ ഒരു മനുഷ്യൻ, അവൻ പോയിട്ട് ഗനീമത്തിന് വേണ്ടി നിയോഗിച്ചു, ഞങ്ങളൊന്നും കിട്ടാതെ തിരിച്ചു വന്നു. ഞങ്ങളുടെ ഭാഗ്യവും തളർച്ചയും ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ മുഹമ്മദ് അവരെ പ്രാകുകയാണ് ചെയ്തതെന്നാണ് തോന്നുന്നത്. കാരണം പ്രാക്ക് ഇവർക്കൊരു ഇതാണല്ലോ, പ്രാക്ക് പ്രാർത്ഥന ഇവർക്ക് ഭയങ്കര ശക്തമായിട്ടുള്ള ഒരു കാര്യമാണ്. പ്രാക്ക് പ്രാർത്ഥിച്ച് മുമ്പോട്ട് പോകാം, ഒരു കുഴപ്പമില്ല. ഇനി മുഹമ്മദ് ഇവരെ ഗനീമത്തിന് വേണ്ടി അയച്ചു എന്ന ആ പ്രയോഗം വളരെ ശ്രദ്ധിക്കണം. അതുപോലെ ജാബിർ വിവരിക്കുന്ന കടൽ തീരത്ത് വൻ തിമിംഗലം കണ്ടെത്തിയ ആ ഹദീസിലും കാണാം, റസൂൽ ഞങ്ങളെ ഖുറൈശികളുടെ ഒരു കച്ചവട സംഘത്തെ എതിരിടുന്നതിന് നിയോഗിച്ചു. അതിനാൽ ഗനീമത്തും കൂടെയുള്ള ഉദ്ദേശത്തോടുകൂടിയുള്ള ജിഹാദിന് റസൂലും സ്വഹാബാക്കളും നേതൃത്വം നൽകിയിരിക്കുന്നു. എന്നാൽ ഗനീമത്ത് ആഗ്രഹിക്കാത്തതോ അല്ലെങ്കിൽ കിട്ടാത്തതോ ആയ ജിഹാദാകുന്നു പ്രതിഫലത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായത്. ഈ തിമിംഗലം കണ്ടെത്തിയ ഒരു ഹദീസ് നിങ്ങൾക്കറിയാമല്ലോ. ഭക്ഷണം കഴിക്കാതെ പോയി യുദ്ധത്തിന് പോയിട്ടൊന്നും കിട്ടാതായപ്പോൾ അവർക്ക് കിട്ടിയ തിമിംഗലത്തിൽ നിന്നുള്ള ഭക്ഷണം, ആ മാംസങ്ങളെല്ലാം കൂടെ എന്ത് ചെയ്തു? വാരി വലിച്ച് കഴിച്ചു. കഴിച്ചതിന് ശേഷം ആ തിമിംഗലത്തിൻ്റെ കഷ്ണം കൊണ്ടുപോയി മുഹമ്മദിന് കൊടുത്ത് മുഹമ്മദും കഴിച്ചു. അതുകൂടാതെ തിമിംഗലത്തിൻ്റെ കണ്ണിൽ നിന്നും പാത്രത്തിൽ നെയ്യെടുത്തിട്ട് ശരീരത്ത് പുരട്ടി, ഫയൽമാനൊക്കെ നിൽക്കുന്ന കണക്കൊക്കെ പുരട്ടി നിന്ന് കാണും. നമ്മുടെ സംശയമാണ്. അപ്പോൾ ഇത്രയും ഭക്ഷണങ്ങൾ അവർ തിമിംഗലത്തിനെയൊക്കെ കഴിച്ച് ആ ഒരു ഇതിൽ പോലും എന്താണ് ഇവരതിനെപ്പറ്റി പറയുകയാണ്. അടുത്തൊരു ഹദീസ് മുസ്ലിമിൽ നിന്ന് പറയാണ്, അബ്ദുള്ള ഇബ്നു അംറിൽ നിന്ന് നിവേദനം: റസൂൽ പറഞ്ഞു, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പോരാടി സുരക്ഷിതനായി ഗനീമത്ത് എടുക്കുമ്പോൾ പ്രതിഫലത്തിൻ്റെ 1/3 ഭാഗം അന്ത്യനാളിലേക്ക് നേടാത്ത ഒരു പോരാളിയോ പോരാളി സംഘമോ ഇല്ല. പോരാടി ഒന്നും നേടാതെ പരിക്കുപറ്റി തിരിച്ചെത്തുമ്പോൾ മുഴുവൻ പ്രതിഫലവും നേടാത്ത ഒരു പോരാളിയോ പോരാളി സംഘമോ ഇല്ല. അള്ളാഹുവിൻ്റെ മാർഗത്തിലെ പോരാടി സുരക്ഷിതനായി ഗനീമത്ത് എടുക്കുമ്പോൾ പ്രതിഫലത്തിൻ്റെ മറ്റൊരു ഭാഗം അന്ത്യനാളിലേക്ക് നേടാത്ത ഒരു പോരാളിയോ പോരാളി സംഘമോ ഇല്ല. എങ്ങനെയുണ്ട്? ആവേശം കൊടുക്കുകയാണ്, മൂപ്പിച്ചു വിടുകയാണ്.
ഈ കൽക്കരി ഇട്ടിട്ടേ ട്രെയിൻ അങ്ങോട്ട് കൽക്കരിയുടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കും, ട്രെയിൻ അങ്ങോട്ട് സ്പീഡിൽ പോകുന്ന കണക്ക് ഓരോന്ന് പറഞ്ഞങ്ങോട്ട് മൂപ്പിച്ചു കൊടുക്കുകയാണ്. അതുകൊണ്ടാണല്ലോ 15 വയസ്സായ ചെറുക്കൻ വന്നിട്ട് ചോദിച്ചു ഞാൻ ഇറങ്ങട്ടെ, അല്ല നീ ഇപ്പം ഇറങ്ങട്ടെ, കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴത്തേനും ആ ചാടിക്കുമെന്ന് പറഞ്ഞു. എന്ത് ചെയ്തു? ഇടപാട് തീർന്നു. എന്നിട്ട് ഉടനെ പറഞ്ഞത് ഓ ആ പയ്യൻ അള്ളാഹുവിൻ്റെ അടുത്തെത്തി. ഓ എന്താ ആലോചിച്ച് നോക്കി. ഇദ്ദേഹത്തിന് ഇറങ്ങാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ മറ്റുള്ളവരെ മൂപ്പിച്ചിറങ്ങും. ആര്? മുഹമ്മദിന് ഇറങ്ങാൻ പറ്റാത്ത പല യുദ്ധത്തിൻ്റെ മേഖലകളിലേക്ക് എന്ത് ചെയ്യും? മറ്റുള്ളവരെന്ത് ചെയ്യും? ആവേശം കൊടുത്ത് പുറത്തേക്ക് ഇറക്കും. ഇനി 7ാമത്തെ ജിഹാദിൻ്റെ 7ാമത്തെ ഭൗതിക തലം, ഭൗതികമായിട്ടുള്ള ആവശ്യങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ള ജിഹാദ്. ഭൗതികപരമായിട്ടുള്ള ആവശ്യങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ള ജിഹാദാണ്. അവിശ്വാസികൾ ചെയ്യുന്ന ജിഹാദ് ഇതാകുന്നു. ഗനീമത്തിന് വേണ്ടിയോ രാജ്യങ്ങൾക്ക് വേണ്ടിയോ മറ്റ് നേട്ടങ്ങൾക്ക് വേണ്ടിയോ അവർ യുദ്ധം ചെയ്യുന്നു. അല്ലാഹുവിൻ്റെ മാർഗം ഉദ്ദേശിക്കാത്തത് കൊണ്ട് ഇക്കൂട്ടർ പ്രതിഫലത്തിന് അർഹരല്ല. അങ്ങനെ കൊല്ലപ്പെടുന്നവർ ഷഹീദാവുന്നില്ല. ഇവർ ഇഹലോകത്ത് ഷഹീദായി അംഗീകരിക്കപ്പെട്ടാലും. ഇപ്പം ഈ ഗനീമത്തിന് വേണ്ടിയോ രാജ്യങ്ങൾക്ക് വേണ്ടിയോ ഒക്കെ യുദ്ധം ചെയ്യുന്ന അതാണ് ഈ അബ്ദുൽ നാസർ മദനിയും മറ്റേ രോമാഞ്ചിഫിക്കേഷൻ ജിഹാദും ഒക്കെ പറഞ്ഞത്. അങ്ങോട്ട് പ്രതിഫലം, ഇവർക്ക് പ്രതിഫലം കിട്ടണം. ഈ ഇരുന്നുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു കൊടുത്ത് വേറൊരുത്തൻ പോയി മറ്റൊരുത്തനെ വെട്ടിയാലും എന്താണ്? അവന് പ്രതിഫലം ഉണ്ടെന്നേ, ഒരു കുഴപ്പമില്ല. പേരെടുക്കാനും അറിയപ്പെടാനുമുള്ള ജിഹാദ് ഒക്കെ ഉണ്ട്. അതിൽ 8ാമത്തെ ജിഹാദാണ് പേരെടുക്കാനും അറിയപ്പെടാനും ഉദ്ദേശിച്ചിട്ടുള്ള ജിഹാദ്. എങ്ങനെ? ആ പേരെടുക്കണം. അത് പറയുന്നത് എങ്ങനെയാണ്? ചിലർ ഞാനൊരു ധീരനാണ് എന്ന് പറയപ്പെടാനോ അല്ലെങ്കിൽ താനൊരു ഭീരുവായി മുദ്ര കുത്തും എന്ന ഭയത്താലോ ജിഹാദിനിറങ്ങുന്നു. അള്ളാഹുവിൻ്റെ മുഖം അവർ ആഗ്രഹിക്കുന്നില്ല. അതിനാൽ തന്നെ ഈ ജിഹാദിന് പ്രതിഫലമില്ല. അവർ ജിഹാദിൽ സ്വന്തവുമായി നഷ്ടക്കച്ചവടം നടത്തിയവരാണ്. ഇക്കൂട്ടർ അഭിമാനിതരാകുന്നത് പരലോകത്തായിരിക്കും. അള്ളാഹു അവരെ വിളിച്ചു വരുത്തി നാണം കെടുത്തുന്നതാണ്. അവരെയാണ് അള്ളാഹു ആദ്യം വിചാരണക്കെടുത്ത് നരകത്തിലേക്ക് എറിയുക. മേൽ പറഞ്ഞ ഹദീസിൽ ഇത് വിശദമാക്കിയതുപോലെ. കാരണം മറ്റുള്ളവരെ കാണിക്കാനുള്ള ഇബാദത്ത് ചെയ്ത് അള്ളാഹുവിൽ പങ്കുചേർത്തവരാണവർ. അതിൽ സ്വന്തം ജീവിതം തുലച്ച അവർക്ക് ബാധ്യതയാക്കിയതാണ് കഠിനമായ നരകശിക്ഷ. പുറംപൂച്ചിനെ തൊട്ട് നമ്മളെ കാക്കട്ടെ. ഇതെന്താണ് ജിഹാദ്? എന്താണ്? പേരെടുക്കാനും അറിയപ്പെടാനുമുള്ള ജിഹാദ്. അതാണ് ചില ആൾക്കാർ വന്നിട്ട് ക്ലബ് ഹൗസിൽ വന്നിട്ട് പൂരത്തെറി പറഞ്ഞിട്ട് പറയും ഞങ്ങൾ ക്രിസ്ത്യാനിറ്റികളെ തകർത്തു, ഞങ്ങളിനിയും അറിയപ്പെടുന്നത് ആരായിട്ടാണ്? ഞങ്ങളിനി അറിയപ്പെടുന്നത് മൗലവിയായിട്ടും. ഇവർ പറയുന്നത് ഞങ്ങളിനി അറിയപ്പെടുന്നത് മൗലവിയായിട്ടാണ്. ഈ അടുത്തിടയ്ക്ക് ഒരാൾക്ക് ആ ഒരു പട്ടം കിട്ടിയിട്ടുണ്ട് കേട്ടോ ക്ലബ് ഹൗസിൽ. കണ്ടപ്പോഴത്തിന് ഇതുപോലൊരു ഹൂരദോഷിക്ക് അങ്ങനെ ഒരു പട്ടം കിട്ടിയല്ലോ എന്ന് ഓർത്തപ്പോൾ വളരെ ചിരിയും തോന്നി. കാരണം അവർക്കതേ കൊടുക്കാൻ പറ്റത്തുള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പോൾ അവന് പേരെടുക്കാൻ മറ്റുള്ളവരുടെ മുമ്പിൽ ഞങ്ങൾ ക്രിസ്ത്യാനിറ്റിക്കെതിരായിട്ട് വലിയ ഏതാണ്ട് മലമറിക്കുന്നുണ്ടെന്നും പറഞ്ഞുകൊണ്ട് പേരെടുക്കാൻ വേണ്ടി വേറൊരാളുടെ കയ്യിൽ 2 ഉണ്ട ഉണ്ടെന്നാണ് പറയുന്നത്. ഇസ്ലാമിലേക്ക് കയറി ചെന്ന് ആ 2 ഉണ്ട ഇട്ട് കഴിഞ്ഞ് ഇസ്ലാം തീർന്നു. ഇത്ര നാളായിട്ട് ആ പുള്ളി ആ ഉണ്ട ഇട്ടിട്ടില്ല. ആ ഉണ്ട എവിടെയാണെന്നൊരു പിടുത്തവുമില്ല. മുഹമ്മദ് ഇസായുടെ ചേട്ടൻ്റെ കാര്യമാണ് പറയുന്നത്, ലാസർ യോഹനാനെ. അപ്പോൾ ഇത് പരലോകത്ത്. ഇനി അവസാനത്തെ ജിഹാദ്, 9ാമത്തെ ജിഹാദ്. ആ ജിഹാദ് നോക്കണം. ജീവിത നൈരാശ്യം മൂലം ജിഹാദിനിറങ്ങുന്നവർ. ജീവിതത്തിലൊന്നും ആയില്ല, എനിക്കൊന്നും ഉണ്ടാക്കാൻ സാധിച്ചില്ല. ഇനി അതിന് ഏറ്റവും നല്ല പരിപാടി കാഫിറുകളെ കൊന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? നേരെ അള്ളാഹുവിൻ്റെ അടുത്തേക്ക് ചെല്ലാം. ഒരു ചോദ്യവും ഇല്ലല്ലോ, നേരിട്ടങ്ങ് ചെല്ലുമല്ലേ. കാഫിറിനെ കൊന്നു കഴിഞ്ഞാൽ നേരിട്ടങ്ങ് ചെല്ലാം. ഇത് മറ്റൊരു വിഭാഗം വിഷാദരോഗം മൂലമോ നിരാശ ബാധിച്ച് ജീവിതം മടുത്തിട്ടോ മരിക്കാൻ വേണ്ടി, അതുമല്ലെങ്കിൽ മറ്റു വല്ല ക്ലേശങ്ങളിൽ നിന്ന് ഓടി ഒളിക്കാൻ വേണ്ടി ജിഹാദ് ചെയ്യുന്നു. അവർ അള്ളാഹുവിൻ്റെ തൃപ്തിയോ അവൻ്റെ വചനങ്ങൾ ഉയർത്താനോ ഉദ്ദേശിക്കുന്നില്ല. ഇവരുടെ കാര്യത്തിൽ 2 അഭിപ്രായമുണ്ട്. ഇവർക്ക് എപ്പോഴും അഭിപ്രായം ഭയങ്കര കൂടുതലാണ്. 2 അഭിപ്രായം, 3 അഭിപ്രായം, പ്രബല അഭിപ്രായം, പണ്ഡിതന്മാരുടെ കുറച്ചു പേരുടെ പണ്ഡിതന്മാരുടെ അഭിപ്രായം, കൂടിയ പണ്ഡിതന്മാരുടെ അഭിപ്രായം. എന്നാൽ എല്ലാ പണ്ഡിതന്മാരും ഇതിനോടൊക്കെ യോജിക്കുന്നുമുണ്ട്. 1ാമത്തെ അഭിപ്രായം, അങ്ങനെ മരണപ്പെടുന്ന ആൾ ഷഹീദായി പരലോകത്ത് പരിഗണിക്കപ്പെടില്ല എന്നതാണ്. അള്ളാഹുവിൻ്റെ മാർഗത്തിന് വേണ്ടിയല്ല അവൻ ഉദ്ദേശിച്ചത് എന്നത് കാരണം. 2ാമത്തേത്, അവൻ ഷഹീദാകുന്നു എന്നതാണ്. കാരണം അവൻ മറ്റു മാർഗങ്ങളൊന്നും തിരയാതെ അള്ളാഹുവിൻ്റെ ശത്രുവിനോട് പോരാടാൻ ഉദ്ദേശിച്ച് പ്രയാസമേറിയ ജിഹാദിൻ്റെ വഴി തെരഞ്ഞെടുത്തു. ശത്രുക്കളുടെ ആയുധം കൊണ്ട് കൊല്ലപ്പെട്ടു എന്നതിനാൽ.
ഇതാണ് 2 അഭിപ്രായം. പക്ഷേ എന്നാൽ ഈ പുസ്തകം എഴുതിയ ആളുടെ അഭിപ്രായം എന്താ അറിയോ? എൻ്റെ അഭിപ്രായത്തിൽ 2ാമത്തെ അഭിപ്രായമാണ് കൂടുതൽ സത്യത്തോട് അടുത്തത്. അവൻ യഥാർത്ഥ ഷഹീദിൻ്റെ പദവിയിലോ പ്രതിഫലത്തിലോ അവരുടെ അരികത്ത് പോലും എത്താതിരുന്നാലും. അപ്പോൾ 9 തരം ജിഹാദിൻ്റെ വ്യവസ്ഥകൾ, 9 തരം ജിഹാദുകൾ എങ്ങനെയാണെന്നുള്ളതിനെ പറ്റി നിങ്ങൾ കേട്ടു. ഇതെല്ലാം ഒരു മുസ്ലിമിൻ്റെ ജീവിതത്തിൽ ജിഹാദുമായി ബന്ധപ്പെട്ട് അള്ളാഹുവിലും മുഹമ്മദിലും ഈമാൻ കാര്യത്തിലും ഇസ്ലാം കാര്യത്തിലും ഖുറാനിലും പരലോക ജീവിതത്തിലും ഖബറിൻ്റെ കാര്യത്തിലും വിശ്വസിക്കുന്ന യഥാർത്ഥ മുസ്ലിം ഇത് ചെയ്തിരിക്കും. വരും കാലങ്ങളിൽ നമുക്ക് തന്നെ അറിയാം. ഇത് പറയാനുള്ള കാരണം എന്താ അറിയോ? നിങ്ങൾക്കൊരു നല്ലൊരു രക്ഷിതാവ് നിങ്ങൾക്കില്ലാതെ പോയി. ഇസ്ലാം സ്നേഹമാണെങ്കിൽ മറ്റുള്ളവരെ നിങ്ങളുടെ സത്യം ബോധിപ്പിക്കുക, അല്ലാതെ ഇസ്ലാമിനെയും മുഹമ്മദിനെയും നിങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ നിന്ന് എന്തെങ്കിലും ചോദ്യങ്ങളോ സംശയങ്ങളോ ചോദിച്ചാൽ കൊല്ലാൻ പോകുന്നത് യഥാർത്ഥ ദൈവസ്നേഹമല്ല, അത് പിശാചുമായിട്ടുള്ള ബന്ധമാണ്. എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ അവനെ കൊല്ലുക, കേസിൽപ്പെടുത്തുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ ആശയപാപ്പരത്വമാണ്. നിങ്ങൾക്ക് ആശയമില്ല എന്നുള്ളതാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ ഈ സാധനം ഇത്രയും വായിച്ചത് ഏത് പുസ്തകത്തിൽ നിന്നും അറിയോ? ഇബ്നു നുഗാസ് എഴുതിയിരിക്കുന്ന വിജയത്തിൻ്റെ വാതിൽ വാളിൻ്റെ തണൽ എന്ന് പറയുന്ന പുസ്തകം. നിങ്ങൾ അതിൻ്റെ PDF എടുത്ത് നോക്കിയാൽ മതി. അതിൻ്റെ അകത്ത് ഈ സംഭവം എഴുതി വെച്ചിട്ടുണ്ട്. രോമാഞ്ചിഫിക്കേഷനെ ഇഷ്ടംപോലെ ഇത് വായിച്ചു കഴിഞ്ഞാൽ മുസ്ലിങ്ങൾക്കുണ്ടാവും. അള്ളാഹുവിന് വേണ്ടി യുദ്ധത്തിന് പോകണം, ജിഹാദിന് പോകണം. ആ പുസ്തകം മുഴുവനും അത് തന്നെയാണ്. ദൈവം അനുവദിച്ചാൽ വരും ദിവസങ്ങളിൽ ആ പുസ്തകത്തിൽ നിന്ന് പലതും പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു, ദൈവം അനുവദിച്ചാൽ. അപ്പോൾ ഇത് നിങ്ങൾക്കൊരു രക്ഷകനില്ല. ഇങ്ങനെ വെട്ടി വീഴ്ത്തി കൊന്നു മുടിച്ച് മുമ്പോട്ട് പോയി മാത്രമേ നിങ്ങളുടെ മതം വളർത്താൻ പറ്റുകയുള്ളൂ എന്ന് നിങ്ങൾ പറയുമ്പോൾ ഞങ്ങൾ പറയുന്നു ഞങ്ങൾക്കൊരു രക്ഷകനുണ്ട്. മനുഷ്യരെ കൊല്ലാതെ, വെട്ടാതെ, കുത്താതെ ഞങ്ങളുടെ ആശയങ്ങളെ, ഞങ്ങളുടെ പുസ്തകങ്ങളെ മുമ്പോട്ട് വെക്കാൻ പറ്റുന്ന ഒരു രക്ഷകൻ. ആ രക്ഷകനാണ് യേശു ക്രിസ്തു. 1 യോഹന്നാൻ്റെ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 14 മുതൽ 16 വരെ ഇങ്ങനെയാണ് പറയുന്നത്: പിതാവ് പുത്രനെ ലോകരക്ഷിതാവായിട്ട് അയച്ചിരിക്കുന്നു എന്ന് ഞങ്ങൾ കണ്ടു, സാക്ഷ്യം പറയുന്നു. യേശു ദൈവപുത്രൻ എന്ന് സ്വീകരിക്കുന്നവനിൽ ദൈവവും അവൻ ദൈവത്തിലും വസിക്കുന്നു. ഇങ്ങനെ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തെ നാം അറിഞ്ഞും വിശ്വസിച്ചും ഇരിക്കുന്നു. ദൈവം സ്നേഹം തന്നെ. സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിൽ വസിക്കുന്നു, ദൈവം അവനിലും വസിക്കുന്നു. കേട്ടോ, സ്നേഹത്തിലേ എല്ലാവരോടും സ്നേഹം കാണിക്കണം. ആലപ്പുഴയുള്ള ഒരു അൻസാരി സുഹരി എന്ന് പറയുന്ന ഒരാൾ ഭയങ്കര സ്നേഹത്തെപ്പറ്റി അങ്ങോട്ട് കിടന്നിട്ട് അങ്ങ് തള്ളി മറിക്കുന്നുണ്ട് കഴിഞ്ഞാൽ ആ മനുഷ്യൻ ഖുറാനോ ഹദീസോ തഫ്സീറുകളോ വായിച്ചിട്ടില്ല. അഥവാ വായിച്ചിട്ടുണ്ടെങ്കിൽ സമൂഹത്തിൻ്റെ മുമ്പിൽ നല്ല മോന്ത കാണിക്കാൻ വേണ്ടി കള്ളത്തരം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വെറും കപടനായ ഒരു മനുഷ്യൻ, വെറും കപടൻ. ഇസ്ലാമിൻ്റെയും ഹദീസുകളുടെയും ഖുറാൻ്റെയും അള്ളാഹുവിൻ്റെയും മുഹമ്മദിൻ്റെയും ഗ്രന്ഥങ്ങളുടെ വാക്കുകളുടെ അടിസ്ഥാനത്തിൽ ഒരു ബഹുദൈവ വിശ്വാസിയെ പോലും ഒരു മുസ്ലിമിന് സ്നേഹിക്കാൻ സാധിക്കത്തില്ല. എന്നിട്ട് വന്നിട്ട് പറയാണ് ഇസ്ലാം കാരുണ്യമാണ്, സ്നേഹമാണ്. ഇനി എന്നെ കേട്ട സഹോദരങ്ങളെ ഞാൻ ചോദിക്കട്ടെ, അബ്ദുൽ നാസർ മദനിയും ഈ രോമാഞ്ചിഫിക്കേഷൻ ജിഹാദിയും ഈ പറഞ്ഞത് മുഴുവനും ഈ ജിഹാദിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയല്ലേ? മനുഷ്യർക്ക് ആവേശം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ അത് ചെയ്യൂ, ഇത് ചെയ്യൂ, അത് ചെയ്യൂ, അവരെ വെട്ടു, ഇവരെ വെട്ടു, ഇന്നതുപോലെ പുറപ്പെടും എന്നൊക്കെ പറഞ്ഞ് ആവേശം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഞങ്ങൾക്ക് ആവേശം തരാൻ ഒരാൾ മാത്രമേ ഉള്ളൂ, കർത്താവായ യേശു ക്രിസ്തു. ഞങ്ങളുടെ ആവേശം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ഞങ്ങളുടെ സുവിശേഷം പ്രചരിപ്പിക്കാൻ ഒരു മനുഷ്യനെയും വെട്ടണ്ട, കുത്തണ്ട, അവരെ കൊല്ലാൻ പോകണ്ട, അവർക്കെതിരെ കേസ് കൊടുക്കാൻ പോകണ്ട, ഒരു കാര്യങ്ങൾക്ക് പോകണ്ട. ഞങ്ങൾക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യം മാത്രം, ഞങ്ങൾ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മാനസാന്തരപ്പെട്ട് ലോകരക്ഷിതാവായ യേശു ക്രിസ്തുവിനെ പിൻപറ്റുക. നിങ്ങൾ സുവിശേഷത്തിൽ വിശ്വസിക്കുക. നിങ്ങൾ ഈ ഭൂമിയിൽ കാണിച്ചു കൂട്ടുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ മനസ്സിരുത്തി ചിന്തിക്കുക, ഇത് ദൈവഹിതമാണോ, നല്ലൊരു ദൈവത്തിന് ചേർന്നതാണോ. അന്യൻ്റെ വീട്ടിലേക്ക് വിളക്കിൻ്റെ വെളിച്ചം പോലും കാണിക്കരുതെന്ന് പഠിപ്പിച്ചിരിക്കുന്ന ആ ഒരു പ്രത്യയശാസ്ത്രത്തെക്കാൾ നല്ലത് നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞിരിക്കുന്നതാണ്. ആ സ്നേഹത്തിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നു. നിങ്ങൾ ഇന്ന് ചിന്തിക്കുക. ഇന്ന് ഞങ്ങൾ നിങ്ങൾക്ക് ബുദ്ധി ഉപദേശിക്കുന്നു. ജീവനുള്ള ദൈവത്തിലേക്ക്, ലോകരക്ഷിതാവായ ക്രിസ്തുവിലേക്ക്, ദൈവപുത്രനായ ക്രിസ്തുവിലേക്ക് നിങ്ങളെ ഞങ്ങൾ ക്ഷണിക്കുകയാണ്. ജീവനുള്ള ദൈവമായ ക്രിസ്തു എല്ലാവരെയും ധാരാളമായി സഹായിക്കട്ടെ. കർത്താവായ യേശു ക്രിസ്തു നമ്മളെല്ലാവരെയും ആ സ്നേഹത്തിൽ നമുക്ക് നിറയാം. അടുത്ത എപ്പിസോഡിൽ കാണും വരെ
എല്ലാവരെയും ദൈവം ധാരാളമായി സമാധാനവും സന്തോഷവും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായി സഹായിക്കട്ടെ.